ഈ ഒരു കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ശരിക്കും ഒരു സിറ്റുവേഷൻ ക്ലാരിറ്റി വരും എന്ന് തന്നെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഗ്രാജുവലി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള തലവേദന കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും മെൻ്റൽ പേസ് ചൂസ് ചെയ്യും. മെൻ്റൽ പേസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിലേക്ക് അവർ മടങ്ങി വരും. ഇത് ഒരു നാടകീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലീവ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിൾ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ സ്പ്രെഡ് നോക്കുമ്പോൾ സ്റ്റേബിൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സങ്കടത്തിനുമെല്ലാം തന്നെ ഉത്തരമുണ്ട് എന്ന് ഈ ഒരു റീഡിംഗ് കാണിച്ചു തരുന്നു. മനസ്സിലാക്കുക, കിങ് ഓഫ് സോർട്സ് അതുപോലെ തന്നെ 6 ഓഫ് സോർട്സ് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഡിസിഷൻ എടുക്കുന്നത് ഒരു ലോജിക്കൽ ബേസിലായിരിക്കും. ഇപ്പോഴവർ ഇമോഷൻസിന്റെ പുറകെയാണ്, ഒരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ ചില അട്രാക്ഷനകത്ത് പെട്ട് കുടുങ്ങിക്കിടക്കുന്നു. വളരെ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മാത്രമേ നമുക്കൊരു ഇമോഷണൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് ഒരു ശരിക്കും സ്ലോ ക്ലാരിറ്റി ഫേസിലേക്ക് വരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അവർക്ക് പുറകെ ചേസ് ചെയ്തു പോകുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതാദ്യം നിർത്തുക. വളരെ കാമായി അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ പേഴ്സണ് ശരിക്കും ചേഞ്ച് ആവാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക. അത് ചേസിങ്ങിലേക്കല്ല, ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്റ്റേബിൾ എനർജി ഹോൾഡ് ചെയ്ത് വെക്കുക. ക്യൂൻ ഓഫ് കപ്സ് പോലെയുള്ള സ്നേഹം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്നേഹം തേടി പോകേണ്ടുന്ന ആളല്ല. നിങ്ങളിലേക്ക് സ്നേഹം അട്രാക്റ്റായി വരിക തന്നെ ചെയ്യും. പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിച്ച് കാലങ്ങൾ കഴിക്കേണ്ടതില്ല. ഈ ഒരു പ്രസന്റിലേക്ക് വരിക. നിങ്ങളുടെ സന്തോഷങ്ങളുടെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ ഒരു ബന്ധത്തിലേക്ക് തേർഡ് പാർട്ടി എനർജി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും അവിടെ വെച്ച് നമ്മളെ സംശയിച്ചു തുടങ്ങും. ഞാൻ ഒരുപാട് സ്നേഹിച്ച്